ആപ്കി അദാലത്തിൽ മുഹമ്മദ് അസറുദ്ദീനെതിരായിട്ടുള്ള കുറ്റാരോപണം അദ്ദേഹം ഒരു അനുഭവമില്ലാതെ രാഷ്ട്രീയത്തിൽ കുതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അസറുദ്ദീൻ ഇതുവരെ താങ്കളെ കണ്ടിരിക്കുന്നത് കോളർ ഉയർത്തി റോളപ്പ് കോളർ ഷർട്ടുള്ള വ്യക്തിയായിട്ടാണ്. പക്ഷേ ഇന്ന് താങ്കൾ കുർത്ത പൈജാമയൊക്കെ ഇട്ട് ഒരു നേതാവിനെ പോലെയാണ്. സാർ, ഇന്നാണ് താങ്കൾ എനിക്ക് ആപ്കി അദാലത്തിനെ കുറിച്ച് ഇൻഫർമേഷൻ തന്നത്. പാർലമെന്റിൽ നിന്ന് ഞാൻ നേരിട്ട് ഇങ്ങോട്ട് പോരുകയായിരുന്നു. ഒരു ടീഷർട്ട് ഇടാനുള്ള സമയം പോലും എനിക്ക് കിട്ടിയില്ല. എന്താ ചെയ്യുക? ഞാൻ കരുതി ഒരുപക്ഷെ താങ്കളുടെ സ്റ്റൈൽ മൊത്തത്തിൽ മാറിയതായിരിക്കുന്നു. ഇല്ല, എന്റെ സ്റ്റൈലൊന്നും മാറിയിട്ടില്ല. അത് അങ്ങനെ തന്നെയാണ്. ഇപ്പോ പാർലമെന്റിലുള്ളപ്പോൾ എനിക്ക് കോളർ ഉയർത്തി വെച്ച് പോകാൻ പറ്റില്ലല്ലോ. അവിടെ ഒരുപാട് ഡിസിപ്ലിനൊക്കെ ഉള്ളതല്ലേ, അതൊക്കെ നമ്മൾ കീപ്പ് ചെയ്യണമല്ലോ. റെസ്പെക്ട് കൊടുക്കണം. പബ്ലിക്കിൽ വരുന്ന സമയത്ത് കോളർ ഉയർത്തിയ സ്റ്റൈലായിട്ട് വരുമല്ലേ? ഞാൻ അങ്ങനെ വരാറുണ്ട്. കാരണം നമ്മുടെ പബ്ലിക്കിന് ഈ കാലത്ത് പബ്ലിക്ക് ഇത് നന്നായിട്ടുണ്ടെന്ന് പറയും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, മുറാദാബാദിൽ ഞാൻ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ കുർത്ത പൈജാമ ഇട്ട സമയത്ത് ജനങ്ങൾ എന്നോട് പറഞ്ഞത്, അസർ ഭായി നിങ്ങൾ ഇതിടണ്ട, ടീഷർട്ടും ജീൻസും ഇട്ടാൽ മതി എന്നാണ് പറഞ്ഞത്. ഇവിടെ പാർലമെന്റ് വന്നപ്പോഴത്തേക്കും നിങ്ങൾക്ക് കുർത്തയും പൈജാമയും നന്നായിട്ട് ചേരുന്നുണ്ടെന്നും പറഞ്ഞു. അതായത് കാണാൻ ഭംഗിയുള്ളതുകൊണ്ട് താങ്കൾ എന്ത് വസ്ത്രം ധരിച്ചാലും നന്നായി. വേണമെങ്കിൽ അങ്ങനെയും പറയാം. ഇത് അവരോടാണ് ചോദിക്കേണ്ടത്. താങ്കളുടെ ക്രിക്കറ്റ് റെക്കോർഡ് ഞാൻ കണ്ടു. അത് വളരെ മനോഹരമാണ്. താങ്കളുടെ ക്യാപ്റ്റൻഷിപ്പിൽ ധാരാളം മാച്ചുകൾ ജയിച്ചിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയത്തിൽ താങ്കൾക്ക് ഒരു റെക്കോർഡും ഇല്ല. 15 ദിവസം മുമ്പ് പാർട്ടി ടിക്കറ്റ് വാങ്ങിച്ച് അതിനുശേഷം ഇലക്ഷനിൽ താങ്കൾ ഇറങ്ങിയിരിക്കുകയാണ്. അതായത് ഇപ്പോ റെക്കോർഡെന്ന് പറയുന്നത് അത് സാവധാനം വരുന്നതാണ്. പൊളിറ്റിക്സിൽ ഞാൻ ഇപ്പോഴാണ് വന്നത്. ഇതിനു മുമ്പ് ക്രിക്കറ്റില് ടെസ്റ്റ് മാച്ച് കളിക്കുമ്പോൾ എന്റെ റെക്കോർഡ് ആരും ബ്രേക്ക് ചെയ്തിരുന്നില്ല. ഇപ്പോൾ പൊളിറ്റിക്സിൽ വന്നപ്പോൾ ഞാൻ തീർത്തും ഒരു പുതിയ ഒരാളാണ്. ദിവസം പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് 14ാമത്തെ ദിവസമാണ്. ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാ അവിടുത്തെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാനായിട്ട് ഞാൻ ട്രൈ ചെയ്യുകയാണ്. ആ സമയത്ത് ഇതേ ചോദ്യം എന്നോട് ചോദിക്കും. പക്ഷേ ക്രിക്കറ്റിൽ താങ്കളുടെ കയ്യിൽ ഒന്നിൽ ബോൾ കാണും, അല്ലെങ്കിൽ ബാറ്റ് കാണും. താങ്കൾക്കറിയാം ഫീൽഡേഴ്സ് എവിടെയൊക്കെ കാണുമെന്ന്. പക്ഷേ രാഷ്ട്രീയത്തിൽ ഇതൊന്നും കാണാൻ സാധിക്കില്ല. ലക്ഷക്കണക്കിന് ആൾക്കാരല്ലേ ഉള്ളത്. അല്ല, എനിക്ക് അത്യാവശ്യം ഭാഗ്യമുണ്ടായിരുന്നു. അത് ഞാൻ ക്രിക്കറ്റ് കളിക്കുമ്പോൾ 5 പേരാണ് എന്നെ സെലക്ട് ചെയ്തത്. പക്ഷേ ഇവിടെ ലക്ഷക്കണക്കിന് ആളുകൾ എന്നെ ഇലക്ട് ചെയ്ത് സെലക്ട് ചെയ്തു. സോ ഞാൻ വിചാരിക്കുന്നത് അവരെന്നെ സെലക്ട് ചെയ്തുകൊണ്ട് അവരെന്നെ ഹെൽപ്പ് ചെയ്യുമെന്നാണ്. അതുപോലെ ഞാനും അവരെ ഹെൽപ്പ് ചെയ്യും. മൊറാദാബാദിനും താങ്കൾക്ക് ഒരു ബന്ധവുമില്ല. താങ്കൾ ഹൈദരാബാദിലുള്ളതുകൊണ്ട് അതിലും ബാധുണ്ട്, ഇവിടെയും ബാധുള്ളതുകൊണ്ടാണോ താങ്കൾ അങ്ങോട്ട് പോയത്? അല്ല, അത് തമ്മിൽ ബന്ധമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ 350 വർഷം മുമ്പ് ഹൈദരാബാദിൽ ഒരു റിസ്തം ഖാൻ എന്ന് പറഞ്ഞൊരു ആളുണ്ടായിരുന്നു. അദ്ദേഹമാണ് മുറാദാബാദ് എസ്റ്റാബ്ലിഷ് ചെയ്ത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം എന്ത് പണിയാണ് വിട്ടിട്ട് പോയത്. അതിനുശേഷം 350 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ പണിയാണ് ഇപ്പൊ ചെയ്യുന്നത്. അതെ, ഇത് യഥാർത്ഥമായിട്ടുള്ള ഹിസ്റ്ററി തന്നെയാണ്. ഞാൻ പറയുന്നതിൽ കള്ളമൊന്നുമില്ല. പക്ഷേ 350 വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച കാര്യം താങ്കൾ ജനങ്ങളെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. മറിഞ്ഞുപോയ ആൾക്കാർ നമുക്ക് ഉയർപ്പിക്കാൻ പറ്റില്ലല്ലോ. അദ്ദേഹം നിർത്തിയെടുത്തുനിന്ന് ഞാൻ തുടങ്ങുന്നു. പക്ഷേ ഇത് സത്യമാണോ? ഇലക്ഷനിൽ താങ്കൾക്ക് സീറ്റ് നൽകുമ്പോൾ താങ്കൾ പല സ്ഥലങ്ങളും ശ്രമിച്ചു നോക്കി. ആദ്യം സെക്കന്ദരാബാദിൽ നോക്കി, പിന്നെ രാജസ്ഥാനിലുള്ള സ്ഥലത്ത് നോക്കി, പിന്നെ ഉത്തർപ്രദേശിലേക്ക് പോയി, പിന്നെ മുറാദാബാദിൽ സീറ്റ് കാലിയായതുകൊണ്ടാണോ അവിടേക്ക് പോയത്? അല്ല, എനിക്ക് ഈ ഇലക്ഷനിൽ മത്സരിക്കാനുള്ള ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ മാഡത്തിനെ കണ്ടപ്പോൾ ശരിക്കും ക്യാമ്പയിൻ മാത്രം ചെയ്യാന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടെ വെച്ച് റിത്ത മാഡത്തിനെ കണ്ടു. മാഡം അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് മാഡം എന്നെ കണ്ടപ്പോൾ UP-യിലെ മുറാദാബാദിൽ നിന്ന് മത്സരിക്കണമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാഡം ഇലക്ഷനൊന്നും നിൽക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം എനിക്ക് ഇലക്ഷനിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം എനിക്ക് ഇലക്ഷനിൽ നിന്ന് മത്സരിച്ച് പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സാഹചര്യം എന്നെ മത്സരിപ്പിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഭാഗ്യം ചെയ്തവനാണെന്ന്. അവിടെ ചെന്നപ്പോൾ ആളുകൾ, അതായത് ഞാൻ ആദ്യം ചെന്നപ്പോൾ തന്നെ ആളുകൾ എന്നോട് സ്നേഹം കാണിക്കുകയായിരുന്നു. വളരെ നല്ല രീതിയിൽ തന്നെ അവരെന്നെ സ്വാഗതം ചെയ്തു. ഏത് സ്ഥലത്താണോ താങ്കളുടെ പേര് നിർദ്ദേശിച്ചത് ആ സ്ഥലത്ത് കൂടുതൽ താമസിച്ചിരുന്നത് മുസ്ലിം ജനങ്ങളല്ലേ? അതെ. ഒരുപക്ഷെ മുറാദാബാദിൽ അതുകൊണ്ടാണോ താങ്കൾക്ക് കൂടുതൽ വോട്ട് ലഭിച്ചത്? മുസ്ലിങ്ങൾ എല്ലാവരും ചേർന്ന് താങ്കൾക്ക് വോട്ട്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഒരുപക്ഷെ സ്ട്രാറ്റജി നോക്കുകയാണെങ്കിൽ എനിക്ക് 60,000 മുതൽ 70,000 വരെ വോട്ട് കിട്ടിയത് ഹിന്ദുക്കളുടേതാണ്. ഞാനപ്പോൾ കരുതിയത് അവിടെ ഫസ്റ്റ് ടൈം സെക്യുലർ ടൈപ്പ് ഇലക്ഷൻ ആണ് നടന്നതെന്ന്. ഇത് ആദ്യമായിട്ട് നടക്കുന്നതായിരുന്നു. അതായത് ഇതിനു മുൻപുള്ള MP-മാരൊക്കെ വലിയ താടി വെച്ചവരായിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ളവരായിരുന്നു അവിടെ MP-മാരായിരുന്നത്. ഇപ്പോ ട്രെൻഡ് കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട് സർ. ഒരുപാട് യങ്സ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. യങ്സ്റ്റേഴ്സൊക്കെ ഇപ്പൊ ഇതാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ മുറാദാബാദിലുള്ള ജനങ്ങൾക്ക് താങ്കൾ പല വാഗ്ദാനങ്ങളും നൽകിയിട്ടുണ്ട്. സർ, ഈ വാഗ്ദാനം എന്ന് പറയുമ്പോൾ ഞാൻ മുറാദാബാദിൽ പോകുമ്പോൾ അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ അവിടെ നോക്കുകയാണെങ്കിൽ മുറാദാബാദിലെ പീത്തൽ നഗരി എന്നൊരു സ്ഥലമുണ്ട്. മനോഹരമായ സിറ്റിയാണ്. അവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഫോറിൻ എക്സ്ചേഞ്ച് നടക്കുന്നതെന്നും പറയുന്നു.
ഞാൻ ശരിക്കും കരുതിയത് ഭയങ്കര ഡെവലപ്മെന്റ് ആയെന്നാണ്. പക്ഷേ ഞാനവിടെ ചെന്നപ്പോൾ ഒരു ഡെവലപ്മെന്റും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. യു പിയിൽ ഞാൻ നല്ല ക്യാമ്പയിൻ നടത്തി. അതിനുശേഷം ഞാൻ പല സ്ഥലത്ത് നിന്നപ്പോഴും അവിടെങ്ങും യാതൊരുവിധ ഡെവലപ്മെന്റും ഉണ്ടായിരുന്നില്ല. ഇന്നും ആ നാട് വളരെ താങ്കൾക്ക് പിന്നോക്കമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? അതായത് താങ്കൾ ഓരോ ഗ്രാമങ്ങളിലും പോയത് ഇത് ആദ്യത്തെ അല്ല, പ്രാവശ്യം? അവിടെ പോവർട്ടി വളരെയധികം കൂടുതലായിരുന്നു. ഇലക്ട്രിസിറ്റി പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുപോലെ നല്ല സ്കൂളുകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ കുട്ടികളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. ക്യാമ്പയിനിങ് നടക്കുന്ന സമയത്തൊക്കെ കുട്ടികളൊക്കെ വെറുതെ നടക്കുകയായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ജോലി ഇല്ലാതെ നടക്കുകയായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചത് ഈ പിള്ളേരെ കാണാൻ വളരെ നല്ല കുട്ടികളാണല്ലോ. അവരുടെ ടാലന്റ് ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ, പഠിക്കാൻ ഒരു സ്ഥലം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരും ജീവിതത്തിൽ മുന്നേറുമല്ലോ. അതൊരു നല്ല കാര്യമല്ലേ? എല്ലാ കുട്ടികൾക്കും നല്ലപോലെ പഠിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നി. പക്ഷേ മുന്നേറാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. അതുപോലെ അവരുടെ ഹെൽത്തും ശരിയല്ലായിരുന്നു. ഞാൻ പറഞ്ഞാൽ താങ്കൾ വിശ്വസിക്കില്ല. കാരണം ഞാൻ ക്യാമ്പയിൻ നടക്കുന്ന സമയത്ത് 2-3 സ്ത്രീകൾ അവർ പറഞ്ഞത് അവർ ഏകദേശം 70-72 വയസ്സുള്ള ആൾക്കാരായിരുന്നു. അവർ പറഞ്ഞത് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഇതുവരെയായിട്ടും കറണ്ട് കണ്ടിട്ടേ ഇല്ല എന്നാണ്. ഇന്ന് ഞങ്ങൾക്ക് വയസ്സ് 70-75 ആകുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. ഇന്ത്യ വളരെയധികം മുന്നേറിയിരിക്കുന്നു. ഇത് 21st സെഞ്ച്വറിയാണ്. ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാ ഗ്രാമത്തിലും ചെറിയ ചെറിയ ഏരിയയിലും ഇലക്ട്രിസിറ്റി ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്. ഇപ്പൊ ഇവിടെ തന്നെ നോക്കൂ, ഇവിടെ കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും ഇരിക്കാൻ പറ്റൂ, പ്രോഗ്രാമും ചെയ്യാൻ പറ്റില്ല, മൊത്തത്തിൽ കറുപ്പാട്ട് മാത്രമേ കാണുകയുള്ളൂ. പക്ഷേ താങ്കൾ വാഗ്ദാനം ചെയ്തതുപോലെ എല്ലാ നേതാക്കന്മാരും വാഗ്ദാനം ചെയ്യാറുണ്ട്. ആര് ഇലക്ഷനിൽ നിന്നാലും പറയാറുള്ളത് നിങ്ങൾക്ക് വൈദ്യുതി തരാം, നിങ്ങൾക്ക് ജലം തരാം, നിങ്ങൾക്ക് സ്വീവർ തരാം, നിങ്ങൾക്ക് സ്കൂള് തരാം, നല്ല ഹോസ്പിറ്റലുകൾ കെട്ടിത്തരാം, അതുപോലൊക്കെയുള്ള വാഗ്ദാനങ്ങൾ കേൾക്കാറുണ്ട്. നിങ്ങളും അതുപോലെ വാഗ്ദാനങ്ങൾ നൽകുകയാണ്. പക്ഷെ അതൊക്കെ നിറവേറ്റുക. ഞാൻ പൂർണ്ണമായിട്ടും പരിശ്രമിക്കും. ഞാനൊരു ഡിഫറെന്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു നേതാവാണ്. കാരണം ഞാനൊരു പ്ലെയർ ആണ്. എനിക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. ഞാൻ എന്റെ ചെറുപ്പകാലത്ത് കളിക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. കളിക്കുന്ന അത്ര ഈസിയായ കാര്യമല്ല. ആ സമയത്ത് എനിക്ക് ഗ്രൗണ്ടിലേക്ക് പോകണമെങ്കിൽ ഒരു 8-10 കിലോമീറ്റർ നടന്നായിരുന്നു പോകേണ്ടത്. എന്നാൽ മാത്രമേ ഗ്രൗണ്ടിലെത്താൻ പറ്റൂ. അതിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രാക്ടീസ് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. 5.5 കിലോമീറ്റർ നടന്നായിരുന്നു വരേണ്ടത്. ഞാനിപ്പോൾ വിചാരിക്കുന്നത് ഇന്ത്യ ഒരുപാട് മുന്നേറി കഴിഞ്ഞു. ഈ കുട്ടികൾക്ക്, അതായത് എന്റെ കാലത്ത് ഞങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്ക് അതിന്റെ ആവശ്യമില്ല. നിങ്ങളെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ചെയ്യാൻ പറ്റിയാൽ വളരെ നല്ലതാണ്. ഞാൻ ചിന്തിക്കുന്നത് ഇന്ന് ഈ കാലത്ത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് വളരെ നന്നായിട്ടുണ്ടെന്നാണ്. കുട്ടികൾക്ക് എല്ലാവരുടെ കയ്യിലും ബൈക്കുകളുണ്ട്. ആ സമയത്ത് ഞങ്ങൾക്ക് സൈക്കിൾ പോലൊരു സ്വപ്നമായിരുന്നു. അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിലുള്ള ഒരു നേതാവാണ് അസറുദ്ദീൻ എന്നാണോ? വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റുമെന്ന്? ഇൻഷാ അല്ലാഹ് ഞാൻ പരിപൂർണമായി ശ്രമിക്കും. കാരണം ജനങ്ങൾ എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ മോറൽ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം ജനങ്ങൾ എന്നെ അവരുടെ ഇഷ്ടം കൊണ്ട് തെരഞ്ഞെടുത്തതാണ്.